ഹലോ എവ്രി വൺ. ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ഇങ്ങനെ ഐസ് ക്യൂബ് യൂസ് ചെയ്താൽ നമ്മുടെ ചർമ്മത്തിൽ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയോ? എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് പറയാം. പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ വെച്ച് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ സൂപ്പർ സെൻസിറ്റീവ് അല്ലാത്ത സ്കിന്നാണ്, നിങ്ങൾക്ക് അത് സ്കിന്നിന് യാതൊരു പ്രശ്നമല്ല, ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ കൂടുതലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കണം നമ്മുടെ സ്കിന്നിനെ. ഐസ് ക്യൂബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറയാം. അതിനായിട്ട് നമ്മുടെ നൈസ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കുക, അതിൽ നമ്മുടെ ഐസ് ക്യൂബ് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ വെച്ച് സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഐസ് ക്യൂബ് ഫുള്ളായിട്ട് കഴിയുന്നത് വരെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് രാവിലെയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൽ ഒന്നാണ് പഫി ഐസ് കുറയ്ക്കുക എന്നുള്ളത്. നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ് പൊതുവെ പഫി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐസ് ക്യൂബ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ആ പഫിനെസ് ഒക്കെ കുറയാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഐസ് ക്യൂബ് നമ്മൾക്ക് ആക്നെ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇത് റബ്ബ് ചെയ്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ ഫേസിലുള്ള പോഴ്സ് ഒക്കെ കുറച്ചുകൂടെ ടൈറ്റ് ആകാനായിട്ട് ഇടവരികയും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള എക്സ്ട്രാ ഓയിൽ പ്രൊഡക്ഷൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. സോ അതുവഴി നമുക്ക് ആക്നെ ഉണ്ടാകുന്നത് തടയാം. അതുപോലെ നമ്മുടെ ഫേസിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും ഈ ഒരു ഐസ് ക്യൂബ് സഹായിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആക്നെ വരാറുള്ളവരാണെന്നുണ്ടെങ്കിൽ ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐസ് ക്യൂബ് കൊണ്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചർമ്മം പെട്ടെന്ന് പ്രായമാകാതിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ്സും നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ടോട്ടലി ഒന്ന് റിഫ്രഷ് ആകും. എന്ന് മാത്രമല്ല മേക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ് ക്യൂബ് മസാജ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ യുവത്വമുള്ളതായിരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്നിൽ ഇത് വെച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഗ്ലോയിങ് ആയിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ ഐസ് ക്യൂബുകൾ കൊണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളും ഉണ്ട്. ഐസ് ക്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്യൂബ്സ് എന്ന് മാത്രമല്ല, നമുക്ക് ഇതിൽ പല ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഐസ് ക്യൂബ്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം, ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഗുണങ്ങൾ തരുന്നു എന്നും പറയാം. സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഐസ് ക്യൂബ് തയ്യാറാക്കുമ്പോൾ അതായത് കുറച്ച് വെള്ളവും കുറച്ച് പാലും കൂടെ മിക്സ് ആക്കുക. അതിനടുത്ത് കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പാലും വെള്ളവും മാത്രം എടുക്കുക. ഇത് ഐസ് ക്യൂബ് ആയിട്ട് നമ്മൾ ഡെയിലി രാവിലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല, നമുക്കിത് മാത്രം മതിയാകും. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിന്റെ പ്രശ്നമുണ്ടോ, ഫേസിൽ ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടറും അതുപോലെ വെള്ളവും മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് കോട്ടൺ ക്ലോത്തിൽ ഈ ക്യൂബ്സ് പൊതിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസിനും നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്യൂബാണ് പൊട്ടറ്റോ ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എടുത്തതിന് ശേഷം അതിന്റെ ജ്യൂസ് മാത്രം എടുക്കുക. ഈ ജ്യൂസ് അല്പം വെള്ളത്തിന്റെ കൂടെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ചു വെക്കാം. ഇത് ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് മാറാനും നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലും അവിടെയും യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അടുത്തത് ആലോ ഐസ് ആണ്. ആലോ ഐസ് എന്ന് പറഞ്ഞാൽ ആലോവേര പ്ലസ് വെള്ളം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഐസാക്കി യൂസ് ചെയ്യുക എന്നുള്ളത്.
അതായത് ഈ ആലോവേര നമ്മുടെ സ്കിന്നിനെ എക്സ്ട്രാ മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ ആക്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ആലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ ആലോവേര നമ്മുടെ വീട്ടിലുള്ള ആലോവേര ഉണ്ടല്ലോ, അത് ജ്യൂസ് ആക്കിയോ നമ്മൾ ഐസ് ക്യൂബ് ട്രേയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ ടീ ഐസും നല്ലതാണ്. ആക്നെ, പിമ്പിൾസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്രീൻ ടീ ബാഗ് കുറച്ച് നേരം ഒരു വാം വാട്ടറിൽ മുക്കി വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇത് ഐസ് ക്യൂബ് ട്രേയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പിന്നീട് രാവിലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഐസ് ക്യൂബ്സ് ആണ്. ഇവയൊക്കെ നമുക്ക് രാവിലെ ഒരു കോട്ടൺ ക്ലോത്തിൽ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിൽ കവർ ചെയ്ത് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഇനി ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നും കൂടെ പറയാം. ചില ആളുകളുടെ സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് വെക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ കവർ ചെയ്തിട്ട് വെക്കുമ്പോഴോ റെഡ്നെസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ റെഡ്നെസ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് എങ്കിൽ പിന്നീട് ഐസ് ക്യൂബ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചില ആളുകൾക്ക് ഐസ് ക്യൂബ് വെച്ചെടുത്ത് വല്ലാതെ വേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ വേദന അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും ഇത്തരത്തിൽ ഐസ് ക്യൂബ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വളരെ നേരത്തേക്ക് നിങ്ങളുടെ സ്കിന്നിന്റെ കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് പേഴ്സണലി ഐസ് ക്യൂബ്സ് പറ്റും എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. സോ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവരോട് ചോദിച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും ഫേസിൽ പിന്നെ യൂസ് ചെയ്യാതിരിക്കുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.